അങ്ങനെ നമ്മൾ സലാർ മൂവി കണ്ടിറങ്ങിയേക്കണേണ്. മൂവിയുടെ ഒരു ഷോർട്ടായിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. പിന്നെ മൂവി എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂവി ഒരു ആവറേജ് മൂവിയാണ്. ഈ ഒരു ആവറേജ് സ്റ്റാൻഡിലൊക്കെ എത്തണമെങ്കിൽ തന്നെ മൂവി തിയേറ്ററിൽ പോയി കാണേണ്ടതാണ്. കണ്ടാലേ ഈ ഒരു ആവറേജ് ലെവലിലേക്ക് എത്തുള്ളൂ. കാരണം BGM അതിൻ്റെ ആ ഒരു BGM മാക്സിമം എന്തോരം BGM ഇടാൻ പറ്റുന്നുണ്ട്, അതിന്റെ മാക്സിമം ഈ പടത്തിൽ BGM ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു മൂവി തിയേറ്ററിൽ പോയി കാണണമെന്ന് പറഞ്ഞത്. നമുക്ക് OTT-യിലേക്ക് ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ലെവലിലേക്ക് പോലും മൂവി എത്തില്ല. കാരണം ഭയങ്കര സ്ലോ ആയിട്ടാണ് എനിക്ക് തോന്നിയത് മൂവി. ആദ്യമൊക്കെ ഭയങ്കര ലാഗിങ് ആയിട്ട് തോന്നി. എന്താ പറയാ, ഒന്നാമത് ഞാൻ ഫസ്റ്റ് ഷോ രാവിലെ പോയി കണ്ടതാണ് കേട്ടോ, 7 മണിക്ക് പോയി കണ്ടതാണ്. ഫസ്റ്റ് ഷോ പോയി കണ്ടിട്ട് എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് പോയി. കാരണം ഭയങ്കര സ്ലോ ആയിട്ട് മൂവി പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് KGF അതേപോലെ തന്നെ ബാഹുബലി ആ ഒരു പടത്തിലൊക്കെ നമുക്ക് തന്ന ഒരു രോമാഞ്ചിഫിക്കേഷൻ ഉണ്ടല്ലോ, അതൊന്നും ഈ പടത്തിലില്ല. അതാണ് മെയിൻ പ്രശ്നം. അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാനുള്ള ഒരു ഇൻട്രസ്റ്റും സീൻ എന്നുള്ള രീതിയിൽ നമ്മളിരിക്കും. പക്ഷെ ഇതിൽ അതൊന്നുമില്ല. ചുമ്മാ എന്തൊക്കെയോ അല്ല. ആ ഒരു എന്താ KGF-ൽ നമ്മൾ കഥ പറയൂലേ, KGF-ൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഇത് കിട്ടിയിട്ട് ആ കഥ പറയുന്ന സീൻ ഈ ഒരു മൂവിയിലും ആ ഒരു സ്റ്റൈലിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം. അതായത് കഥ പറയണം, ഇതിന്റെ കഥ എങ്ങനെ അവരെ അറിയിക്കും, അപ്പോൾ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കഥ പറയണം. ആ ഒരു സ്റ്റൈലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എഴുതി പിടിപ്പിക്കുന്ന പോലെയുള്ള ഒരു സ്റ്റോറി. അതുകൂടാതെ സെയിം എന്താ പറയാ, അമ്മയായിട്ടുള്ള പാസം, ആ ഒരു അമ്മ അവരായിട്ടുള്ള ബോണ്ടിങ്, ആ ബോണ്ടിങ് തന്നെയാണ് ശരിക്കും ഇതിൽ നടക്കുന്നത്. പക്ഷെ അത് മാറ്റിയിട്ട് ഇവര് ഫ്രണ്ട്സ് ആയിട്ടുള്ള ബോണ്ടിങ് കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ആ മൂവി പോയിക്കൊണ്ടിരിക്കുന്നത്. അത്ര അങ്ങാട് നമുക്ക് എന്താ സൂഹിക്കില്ല. ഒത്തിരി പ്രതീക്ഷയായിട്ട് പോകാതിരിക്കുക. KGF യൂണിവേഴ്സ് ആണെന്നുണ്ടെങ്കിലും അതിന്റെ ആ ഒരു പടത്തിലുള്ള പ്രതീക്ഷകളായിട്ട് പോകാതിരിക്കുക. അതേപോലെ ബാഹുബലി ആ ഒരു പടത്തിൻ്റെയൊക്കെ ആ ഒരു പ്രതീക്ഷ വെച്ച് പോകാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പടം കണ്ടിരിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ സലാർ അത്ര അങ്ങോട്ട് നമ്മൾ ഞെട്ടിച്ചില്ല ഗൈസ്.